ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ഈശ്വരയും മഹേഷും കൂടി തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരുവാണ്. അവർ ഫ്ലാറ്റിൽ എത്തണ മുമ്പ് തന്നെ പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ട് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. ഹോ, എന്നാലും ഈ കൈലാസ് എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക? ഇനി വീട്ടിൽ വരാൻ മടിയുള്ളത് കൊണ്ട് എവിടെയെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കോ എന്ന് മഹേഷ് പറയുമ്പോഴേക്കും ഇഷിത പറയണ്ട്, ആര്? കൈലാസോ? അയാൾ ഒരിക്കലും മാറി നിൽക്കില്ല. അയാൾക്ക് മാനോ അഭിമാനോ ഒന്നും ഇല്ലാത്തവരാണെന്ന് മഹേഷിനെ മനസ്സിലായില്ലേ? എനിക്ക് സംശയം ഇതിന് പിന്നിൽ വേറെ എന്തോ ആണ്. ഈ തിരോധാനത്തിന് പിന്നിൽ വേറെ എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. താൻ എന്താ പറഞ്ഞു വരുന്നത്? അല്ല, കൈലാസിന് ഒരു സുഹൃത്താണ് ജാമ്യത്തിൽ ഇറക്കിയെന്നുണ്ടെങ്കിൽ അയാൾ നെഞ്ചു വിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നാനെ. കാരണം എന്നെ സഹായിക്കാൻ ആളുണ്ട് എന്നൊക്കെ രീതിയിൽ അയാൾ ഇവിടെ വന്ന് പറഞ്ഞാനെ. ഇത് അയാള് മാറി നിൽക്കുകയാണ് ചെയ്തത്. അയാളുടെ ആകെയുള്ള പിടിവള്ളി എന്ന് പറയുന്നത് മഞ്ജുമ ചേച്ചിയാണ്. 10 പൈസ എടുക്കാൻ അയാളുടെ കയ്യിലില്ല. പൈസക്കാണെങ്കിലും എന്തിനാണെങ്കിലും മഞ്ജുമ ചേച്ചി കൂടെ തന്നെ ഉണ്ടാവണം. അതുകൊണ്ട് അയാൾ എന്തായാലും മഞ്ജുമ ചേച്ചിനെ വിളിക്കാതിരിക്കാനോ കാണാതിരിക്കാനോ ശ്രമിക്കില്ല. ഒരു പ്രാവശ്യമെങ്കിലും അയാൾ ഇങ്ങോട്ടേക്ക് വന്നാനെ. ഇത് അയാൾ വന്നില്ല. അതിന് കാരണം ശക്തമായിട്ടുള്ള എന്തോ കാരണമുണ്ട്. അയാൾക്ക് പുറത്ത് ഒരുപാട് കേസുകളുള്ള ഒരാളാണ് ഈ കൈലാസ് എന്ന് പറയുന്നത്. ഇനി അയാൾക്ക് ശത്രുതയുള്ള ആരെങ്കിലൊക്കെ അയാളെ ജാമ്യത്തിലെടുത്ത് എന്തിനു ചെയ്തിട്ടുണ്ടാവുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട് മഹേഷ് എന്ന് പറയുമ്പോൾ മഹേഷ് പറയണ്ടേ, താൻ പറഞ്ഞു വരുമ്പോ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ തോന്നുന്നത്. ഇതിപ്പോ വല്ലാതെ പൊല്ലപ്പയളോ. ആ അലവലാതിക്ക് ഇവിടെ വന്നിട്ട് കേറിയിട്ടൊന്ന് പോയിരുന്നെങ്കിൽ ഒരു സമാധാനത്തോടെ നമുക്ക് ഇരിക്കായിരുന്നു. അത് ശരിയാ. ഇനിയിപ്പോ ഈ തിരോധാനത്തിന് പിന്നിലും ഞാനാണെന്ന് പറഞ്ഞിട്ട് കഥയുണ്ടാക്കും മഞ്ജുമ ചേച്ചിയും അമ്മയും കൂടി. അല്ലെങ്കിൽ തന്നെ അമ്മ പറഞ്ഞു കഴിഞ്ഞു കൈലാസിന് വരാത്തതിന് കാരണം ഞാൻ തന്നെയാണെന്ന്. ഇനിയിപ്പോ ഇതും കൂടി ആവുമ്പോഴേക്കും പൂർത്തിയായി. അമ്മയുടെ ബലം എന്ന് പറഞ്ഞ മഞ്ജുമ ചേച്ചിയാണ്. മഞ്ജുമ ചേച്ചിക്കാണെങ്കിൽ കൈലാസാണ് ബലം. ആ കൈലാസ് ഇല്ലാതായ മഞ്ജുമ ചേച്ചി തകർന്നു പോകും. അതാണ് അമ്മ പൊട്ടിത്തെറിക്കണത്. എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ഈശ്വര പറയുമ്പോ ഇനിയിപ്പോ എന്താണ് നമ്മൾ ചെയ്യാ? എനിക്കറിയില്ല മഹേഷ്. എന്തായാലും ഒരെണ്ണം കൂടി എന്റെ തലയിലാവും എന്ന് പറയുമ്പോഴേക്കും അയാൾ ചെയ്ത വൃത്തികളൊന്നും മറക്കാൻ പറ്റാനായിട്ടൊന്നും അല്ല. പിന്നെ പോട്ടെ, മഞ്ജു മിസ്സിനെ വിചാരിച്ച് മാത്രമാണ് ഞാൻ പോട്ടെ ക്ഷമിക്കാം ജാമ്യത്തിൽ ഇറക്കാന്നൊക്കെ വിചാരിച്ച് മഹേഷിന്റെ കൂടെ വന്നത്. അപ്പൊ അത് ഇങ്ങനെയായി. താനൊരു കാര്യം ചെയ്, താൻ ഫ്ലാറ്റിലേക്ക് പോ. ഞാൻ അയാള് പോകാൻ ചാൻസ് ഉള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയിട്ട് എന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയാണ്. ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മഹേഷ് വണ്ടി എടുത്ത് കൈലാസിനെ എവിടെയെങ്കിലൊക്കെ പോയി എവിടെയെങ്കിലൊക്കെ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ തിരയാൻ വേണ്ടി പോവാട്ടോ. ഇഷിതയാണെങ്കിൽ കുറച്ചൊരു ടെൻഷനോട് കൂടി തന്നെ ഫ്ലാറ്റിലേക്ക് പോകുവാണ്. മഞ്ജുമയാണെങ്കിൽ ഫ്ലാറ്റിൽ കരഞ്ഞുകൊണ്ടിരിക്കട്ടെ റൂമില്. അവിടെയൊക്കെ ചിപ്പി വരുന്നുണ്ട്. അപ്പേ, നീ എന്തിനാ ഇവിടെ വന്നത്? നീ ഒന്ന് പോയേ എന്ന് പറയാണ്. അപ്പേ അപ്പ എന്തിനാ ഇപ്പൊ ഇങ്ങനെ കരയണത്? കൈലാസ് മാമനെ പോലീസ് പിടിച്ചോണ്ടാണോ? അപ്പോഴേക്കും സ്വപ്നം വലിയ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോളൊന്നും കഴിച്ചില്ലല്ലോ, ദേ ഈ ജ്യൂസ് എങ്കിലും കുടിക്കേ. അപ്പ ജ്യൂസ് കുടിക്കേ. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ എന്ന് പറയാണ്. എടി, നീ എന്തിനാ മോളോട് ദേഷ്യപ്പെടുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വേണമെങ്കിൽ ഡാഡിയോട് സംസാരിക്കാം. കൈലാസ് അങ്കിളിനെ പുറത്തിറക്കാൻ വേണ്ടി ഞാൻ ഡാഡിയുടെ അടുത്ത് പറയാം എന്ന് പറയാണ്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് സമാധാനം താ, നിങ്ങൾ രണ്ടുപേരും കൂട്ടി ഞാനൊന്ന് തനിച്ചിരുന്നോട്ടെ. മോളെ നീ ഈ ജ്യൂസ് കുടിക്കേ എന്ന് പറയുമ്പോഴേക്കും അമ്മ അച്ഛനൊന്ന് വിളിക്കാവോ? അച്ഛൻ വന്നെങ്കിൽ ഇവിടെ ഇങ്ങനെയൊന്നും നടക്കില്ല. എനിക്ക് 2 അനിയന്മാരുണ്ട്. എനിക്ക് വേണ്ടി എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടോ? അവർക്ക് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഒരു താല്പര്യം. ഇതിനൊക്കെ എന്ത് മറുപടിയാ ഞാൻ പറയേണ്ടത് എന്ന് സ്വപ്നവലി പറയണ. അമ്മ ഒന്നും പറയണ്ട. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. പാവന്റെ കൈലാസേട്ടൻ എന്തായിരിക്കും അവസ്ഥ ഇപ്പോ? എനിക്കത് ആലോചിക്കാനേ വയ്യ. എന്റെ കൈലാസേട്ടനില്ലാതെ എനിക്കിനി ജീവിക്കേണ്ട. അമ്മ ഒരു കാര്യം ചെയ്യ്, ഈ ജ്യൂസിലെ കുറച്ച് വിഷം കലക്കി ഇങ്ങോട്ട് താ. അങ്ങനെ ഞാൻ ഈ ജ്യൂസ് കുടിക്കാം. മോളെ നീ എന്താ മോളെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവിടെയൊക്കെ നമ്മുടെ ഇഷിത വരുവാട്ടോ. ആഹാ, വന്നല്ലോ അവള്. ചേച്ചി, ഞാൻ ചേച്ചിയുടെ വഴക്കുണ്ടാക്കാനോ ഒന്നും പറയാനോ ഒന്നും വന്നതല്ല. നോക്ക്, അമ്മയാണെന്നുണ്ടെങ്കിൽ എന്നെ കുറ്റപ്പെടുത്താനായിരിക്കും വായ തുറക്കണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ കൈലാസ് എന്ന് പറഞ്ഞ ആള് എന്നെ അപകടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. എന്നെ കയറി പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അമ്മയുടെ മോൾക്കാണ് കെട്ടിപ്പോയ വീട്ടിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായതെങ്കിൽ അമ്മ ക്ഷമിക്കുമായിരുന്നോ? ഇല്ലല്ലോ. ഞാനായതുകൊണ്ടല്ലേ അമ്മക്ക് ഒരു ഇതും ഇല്ലാത്തത്. ഞാനൊരു പെണ്ണാണ്. അമ്മയുടെ പോലത്തെ ഒരു അമ്മയുടെ മകളാണെന്ന് ഒരു ചിന്ത പോലും അമ്മക്ക് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്നിട്ട് അയാൾ ചെയ്ത വൃത്തികേടൊക്കെ ഞാൻ മറന്നു. നീ എന്തിനാ മറക്കാൻ പോയത്? എന്റെ കൈലാസേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല. നീയാണ് എന്റെ കൈലാസേട്ടനെ കയറി പിടിക്കാൻ ശ്രമിച്ചത്. ചേച്ചി, ഇതിന് മറുപടി ഞാൻ ചേച്ചിയുടെ പറയുന്നില്ല. കാരണം എന്തെന്നറിയാവോ? ചേച്ചി ഒരു അന്ധയാണ്. ഭർത്താവിനുള്ള അമിത വിശ്വാസവും സ്നേഹം കാരണം ചേച്ചി ഒരു അന്ധയായിപ്പോയി. ചേച്ചിയോട് അമിത സ്നേഹം കാരണം അമ്മയും അങ്ങനെ തന്നെ ആയിപ്പോയി. ചേച്ചി പറഞ്ഞത് എല്ലാം അങ്ങോട്ട് വിശ്വസിക്കും. ഞാൻ പറയണത് നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കോ ചെയ്യാം. ഞാനും മഹേഷും രാവിലെ ഇവിടുന്ന് പോയത് കൈലാസ് ചേട്ടന ജാമ്യത്തിലെടുക്കാൻ വേണ്ടിയിട്ടാണ്.
എന്നിട്ട് എന്ന് സ്വപ്നയോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടിനും കൂടി പോയിരുന്നു പരാതി പിൻവലിച്ച് ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടി. അപ്പോഴാണ് കൈലാസേട്ടന് അതിരാവിലെ തന്നെ ഏതോ ഒരു ഫ്രണ്ട് വന്നിട്ട് ജാമ്യത്തിൽ എടുത്തെന്ന് പറഞ്ഞത്. അതിനുശേഷം ആ ഫ്രണ്ടിനെയും അതുപോലെ തന്നെ വക്കീലിനെയും കാണാൻ വേണ്ടി ഞങ്ങൾ വക്കീൽ ഓഫീസിലൊക്കെ പോയിരുന്നു. ഏത് ഫ്രണ്ടാണ് എന്താണെന്നും അവർ ഞങ്ങൾക്ക് തെളിച്ചു പറയുന്നില്ല. എന്തായാലും കൈലാസേട്ടന് പുറത്തിറങ്ങിയമ്മേ, ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയാണ്. ഈശ്വര, സന്തോഷമായി. എന്നിട്ട് കൈലാസേട്ടൻ വന്നില്ലല്ലോ, അതെന്താന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോഴേക്കും അതെന്താന്ന് നോക്കാൻ വേണ്ടി കൈലാസ് എവിടെയൊക്കെ പോയെന്ന് അറിയാൻ വേണ്ടിയിട്ടും ആ കൈലാസിന്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് മഹേഷ് ഇപ്പൊ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോകുവാണ്. ഇഷിത പോയി കഴിയുമ്പോഴേക്കും മഞ്ജിമടുത്ത് പറയുന്നുണ്ട് സ്വപ്നവല്ലി, മോളെ ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? അവൻ ജാമ്യത്തിൽ ഇറങ്ങിയില്ലേ? ഉടനെ തന്നെ അവൻ ഇങ്ങോട്ട് വരും. ഇല്ല അമ്മേ, എനിക്ക് ഇപ്പോഴാണ് ശരിക്കും പേടിയാവണത്. എന്റെ കൈലാസേട്ടൻ അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്നെ ആയിരിക്കും ആദ്യം കാണാൻ വരുന്നത്, അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ശ്രമിക്കും. ഇത് രണ്ടിനും ശ്രമിച്ചിട്ടില്ല. കൈലാസേട്ടൻ ഇതേ അപകടം പറ്റിക്കാണോ? എനിക്കിപ്പോ നല്ല പേടി തോന്നണമേ, ഇപ്പോഴാണ് എനിക്ക് പേടിയാവുന്നത് എന്ന് പറയുമ്പോ, ഓ നിന്നോട് എന്ത് പറയാനാ, കൈലാസ് ഇങ്ങോട്ട് വരും മോളെ, നീ ജ്യൂസ് കുടിച്ച് അമ്മ ഒന്ന് പൊയ്ക്ക്, ജ്യൂസ്. ഓ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് സ്വപ്നവല്ലി ജ്യൂസ് അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് പോവാട്ടോ. മഞ്ജുമക്ക് ദേഷ്യവും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. ആ രീതിയിൽ അവിടെ അങ്ങനെ നിൽക്കുവാണ്. മഹേഷ് ആണെങ്കിൽ രാവിലെയും കൈലാസിനെ അന്വേഷിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാട്ടോ. വിനോദും അങ്ങനെ തന്നെയാണ്. അങ്ങനെ മഹേഷിനെ വിനോദ് ഫോൺ ചെയ്യുന്നുണ്ട്. ആ എടാ, എന്തെങ്കിലും വിവരം കിട്ടിയോ? കിട്ടിയേട്ടാ, നമ്മുടെ പുഞ്ചിത്തണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഷാപ്പ് ഉണ്ട്. അതൊരു ഉള്ളേരിയല്ലേ, കായലൊക്കെയുള്ളൊരു സ്ഥലം. അതെ, അവിടെ ഇന്നലെ രാത്രി കൈലാസേട്ടനും അതുപോലെ തന്നെ രണ്ട് സുഹൃത്തുക്കളും കൂടി ആ ഷാപ്പിൽ കയറിയതായിട്ട് കണ്ടവരുണ്ട്. ഷാപ്പിൽ കയറി അവർ 3 പേരും കൂടി മദ്യപിച്ചു. ശേഷം തിരിച്ചു വന്നപ്പോ ഒരു കറുത്ത കാറിലാണ് അവർ പോയത്. തിരിച്ചു പോകാൻ നേരം ആ 2 സുഹൃത്തുക്കൾ മാത്രമാണ് തിരിച്ചു പോയത്. അപ്പൊ കൈലാസേട്ടനോ? അതറിയില്ല, ഷാപ്പിലുള്ളവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയാണ്. എടാ, അതൊരു ഒറ്റപ്പെട്ട സ്ഥലമല്ലേ, ഇനി അതിന് പിന്നിൽ വല്ല ദുരൂഹത ഉണ്ടാവോ? എനിക്ക് അറിയില്ല ചേട്ടാ. ഈ വണ്ടി നമ്പർ ഒന്നും നോട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ വണ്ടി കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ് ഇവർ പോയത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വിവരമില്ല. എടാ, ഇനി ആ വണ്ടിയുടെ പിന്നാലെ വേറെ എന്തെങ്കിലും വണ്ടി ഉണ്ടായിരുന്നെങ്കിലോ, കൈലാസ് ആ വണ്ടിയിലെങ്ങാനും കയറി പോയെങ്കിലോ? ഒന്നും അറിയില്ല ഏട്ടാ, നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. എടാ, കൈലാസ് തിരിച്ച് വീട്ടിൽ വരാതെ ഒരു സമാധാനമില്ല. എനിക്കും ഇതൊക്കെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പോലും പറ്റില്ല. പിന്നെ നിന്റെ പെങ്ങളുണ്ടല്ലോ, അവളാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഓരോരോ വെല്ലുവിളി നടത്തിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ചേട്ടൻ വിഷമിക്കേണ്ട, ഞാൻ ഒരു മണിക്കൂർ തന്നെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ചേട്ടനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വിനോദ് ഫോൺ കട്ട് ചെയ്യാണ്. മഹേഷിന് ആകെ ഒരു സമാധാനം ഇല്ലട്ടോ. വിനോദ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാണ്, ഈ മനുഷ്യനെ കൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ടല്ലോ, വൃത്തികെട്ടവൻ എന്ന് വിനോദ് മനസ്സിൽ വിചാരിക്കുമ്പോ മഹേഷ് മനസ്സിൽ വിചാരിക്കുന്നത്, പാവ ഇഷിത, അമ്മയും മോളും കൂടി എന്റെ ഇഷിതനെ കീറി പറിക്കുമായിരിക്കും എന്നൊക്കെയാണ് മഹേഷ് വിചാരിക്കണത്. പിന്നീട് കാണിക്കുന്നത് സ്കൂളിലാണ്. അവിടെ ആദി ഒറ്റപ്പെട്ടിരിക്കുക കേട്ടോ. അങ്ങനെ ആദിയുടെ അടുത്തേക്ക് ചിപ്പിയും സൂരജും ചക്കയും കൂടി വരുന്നുണ്ട്. ആദിച്ചേട്ടൻ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണത്? ആദിച്ചേട്ടന്റെ ഫ്രണ്ട്സ് ഒന്നും ആദിച്ചേട്ടന്റെ കൂടെ ഇപ്പൊ ഇല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് കുറെ ഫ്രണ്ട്സിനെ ഒപ്പിച്ചതാ. അല്ല ആദിച്ചേട്ടാ, കണ്ടില്ലേ, ആദിച്ചേട്ടന്റെ ഇപ്പൊ കൂടെ ആരും കൂടുന്നില്ല. ഞാൻ ആദിച്ചേട്ടന്റെ പെങ്ങളല്ലേ, എനിക്ക് ആദിച്ചേട്ടനെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാവോ എന്ന് പറയുമ്പോ ചക്കി പറയുന്നുണ്ട്, അതെ അതെ, ആദിച്ചേട്ടന്റെ കാര്യങ്ങൾ പറയാനേ ഇവൾക്ക് സമയമുള്ളൂ, ഇവളുടെ മനസ്സിൽ എപ്പോഴും ആദിച്ചേട്ടന എന്ന് പറയുമ്പോൾ ആദിക്ക് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ചിപ്പി പറയുന്നുണ്ട്, അത് കണ്ടിട്ട് പ്രിൻസിപ്പൾ അങ്ങോട്ട് വരുന്നുണ്ട്. പ്രിൻസിപ്പൾ കുറച്ച് മാറി നിൽക്കുകയാണ് ഇവരുടെ സംസാരം കേൾക്കാനായിട്ട്. ചിപ്പി വീണ്ടും ആദ്യടുത്ത് പറയാണ്, ആദിച്ചേട്ടൻ നോക്കിക്കേ, ആദിച്ചേട്ടൻ ശരിക്കും ഹീറോ ആണ്. കാരണം ഊട്ടി സ്കൂളിൽ പഠിക്കുന്നത് ആദിച്ചേട്ടനായിരുന്നു നമ്പർ 1 എന്ന് എനിക്കറിയാം. ഈ സ്കൂളിൽ ചേട്ടനാണ് നമ്പർ 1 എങ്കിൽ ചേട്ടനെ ആലോചിച്ച് നോക്കിക്കേ, എല്ലാവരും ചേട്ടനെ ബഹുമാനിക്കും. ടീച്ചർമാരും സാറുമാരും പിള്ളേരും ഒക്കെ പറയും, ദേ ആദ്യ ഹീറോ ആണ്, ആദ്യം ഇവിടുത്തെ നമ്പർ 1 സ്റ്റുഡന്റ്, എല്ലാവരും ആദിച്ചേട്ടൻ ആ ഒരു രീതിയിൽ കണ്ണോടുകൂടി തന്നെ കാണുള്ളൂ, അതല്ലേ ഹീറോ എന്ന് ചോദിക്കുമ്പോ സൂരജ് പറയണ്ട്, അല്ലെങ്കിലും ആദിച്ചേട്ടൻ ഒരു ഹീറോ തന്നെയാണ്, പഠിക്കാൻ നല്ല മിടുക്കുള്ള ഇതേപോലത്തെ ചേട്ടൻ വേറെ ഇല്ലേ സ്കൂളിൽ എന്ന് പറയുമ്പോൾ ആദിക്ക് വല്ലാത്ത സന്തോഷം തോന്നും കേട്ടോ. അല്ല, നിങ്ങളിപ്പോ എന്തിനാ വന്നത്? ആദിച്ചേട്ടനെ കാണാൻ വേണ്ടി തന്നെ വന്നതാണ് എന്ന് സൂരജും ചക്കിയും ചിപ്പിയും കൂടി പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ പ്രിൻസിപ്പളിന് ഭയങ്കര സന്തോഷമാവാട്ടോ. ചിപ്പി വീണ്ടും പറയാണ്, എനിക്ക് ആദിച്ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നോക്ക് ആദിച്ചേട്ടനെ ഒരു ചേട്ടനായിട്ട് കാണണം, എപ്പോഴും ആദിച്ചേട്ടന്റെ കൂടെ ഒരു കൂട്ടായിട്ട് ഞാൻ ഉണ്ടാവണമെന്ന്. ആദിച്ചേട്ടനല്ലേ ശരിക്കും എനിക്ക് ഉപദേശമൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നെ നേർവഴിക്ക് നടത്തേണ്ടത് ആദിച്ചേട്ടനല്ലേ. അങ്ങനെയുള്ള ആദിച്ചേട്ടന് ഇങ്ങനെ ഇരുന്നാലോ? നോക്ക്, ഞാൻ ആ കിരൺ ചേട്ടനെ വിളിച്ചോണ്ട് വരാം. എന്തിന്? അല്ല, ചേട്ടനൊരു സോറി പറയണം. സോറി പറയണമെന്നോ? അതെ, ഒരു സോറി പറഞ്ഞ പിണക്കം മാറുമെങ്കിൽ അത് നല്ലതല്ലേ ഏട്ടാ. ചേട്ടനൊരു സോറി പറഞ്ഞ പിണക്കൊക്കെ മാറും ആ ചേട്ടന്റെ. പിന്നെ എനിക്ക് നല്ല സുഹൃത്തുക്കളാവുമല്ലോ, കുറെ പേര് ചേട്ടന്റെ സുഹൃത്തുക്കളാവും. പിന്നെ ചേട്ടൻ നന്നിട്ട് ഊട്ടി സ്കൂളിലെ പോലെ നന്നിട്ട് പഠിക്കും കൂടി ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ചേട്ടനായിരിക്കും ഈ സ്കൂളിൽ തന്നെ നമ്പർ 1 എന്ന് പറയാണ്. അപ്പൊ ചേട്ടന് സോറി പറയാൻ വേണ്ടി ഞാൻ കിരൺ ചേട്ടനെ വിളിച്ചോണ്ട് വരട്ടെ എന്ന് ചിപ്പി ചോദിക്കുമ്പോ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാണ്. ശരി, എന്നാ ചേട്ടൻ ആലോചിക്കുക.
ഇന്ന് സോറി പറയണ്ട, നാളെ സോറി പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറയാണ്. എന്ന് ആദി സന്തോഷത്തോടു കൂടി തന്നെ ചിപ്പിനോട് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് പ്രിൻസിപ്പൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര, ഒരു അമ്മയുടെ രണ്ട് പിള്ളേരെ രണ്ടുപേരും, എന്നിട്ട് രണ്ടുപേർക്കും രണ്ട് സ്വഭാവമാണ്. എന്തായാലും ചിപ്പിയുടെ ഈ നല്ല സ്വഭാവത്തിന് കാരണം ചിപ്പിനെ ഇപ്പൊ വളർത്തുന്ന അവളുടെ അമ്മയാണ് ഡോക്ടർ ഇഷിത. എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രിൻസിപ്പൾ നേരെ റൂമിലേക്ക് പോവാണ്. ശേഷം ഇഷിതനെ ഫോൺ വിളിക്കാണ്. ഹലോ സർ എന്ന് ഇഷിത പറയുമ്പോഴേക്കും ഡോക്ടർ ഇഷിത, അതെ സർ, സർ പറഞ്ഞു സർ എന്ന് ഇഷിത പറയാട്ടോ. ഇഷിത, ഞാൻ ഇന്ന് ഒരു അവിചാരിതമായിട്ട് മഹേഷിന്റെ രണ്ട് കുട്ടികൾ സംസാരിക്കുന്ന സംസാരം ഞാൻ കേട്ടു. ആദിയുടെയും ചിപ്പിയുടെ കാര്യമാണോ സാർ പറയുന്നത്? അതെ, ആദിനെ ചിപ്പി ഉപദേശിക്കായിരുന്നു, സ്നേഹം കൊണ്ടുള്ള ഉപദേശം. അതിൽ അവളുടെ അമ്മയുടെ വാക്കുകൾ ഉണ്ടായിരുന്നു. എന്ത് സ്നേഹത്തോടെയാ അവള് ആദ്യടുത്ത് സംസാരിച്ചതെന്ന് അറിയാവോ? ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും ഇഷിത സന്തോഷത്തോടെ ഇരിക്കാട്ടോ. ആ സമയത്ത് പ്രിൻസിപ്പൾ പറയണ്ട്, ആ കുട്ടി അങ്ങനെയൊക്കെ സംസാരിക്കാൻ കാരണം ഡോക്ടർ ഇഷിതയാണ്. ഡോക്ടർ ഇഷിത ഉപദേശിച്ചതും വളർത്തുന്നതായിട്ടുള്ള ഗുണങ്ങളാണ് ആ കുട്ടി കാണിക്കുന്നത്. സർ, അവൾക്ക് ഇവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ? പിന്നെ ഞാൻ അവൾക്ക് ഒരു കാര്യം പ്രത്യേകം പറയാറുണ്ട്. ആദി അവളുടെ ചേട്ടനാണെന്നും അവനെ സ്നേഹം കൊണ്ട് വരുതിയിലാക്കണമെന്നും അവനെ നല്ല കുട്ടിയാക്കി എടുക്കണമെന്നും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ അവള് ആ ശ്രമം തുടർന്നുകൊണ്ടിരിക്കണം ഡോക്ടർ ഇഷിത. അപ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട്, ആദി നല്ലൊരു കുട്ടി തന്നെയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ, അവൻ ഊട്ടിയിൽ പഠിക്കുന്ന സമയത്ത് അവനായിരുന്നു നമ്പർ 1. പിന്നെ ഇവിടെ വന്നപ്പോഴേക്കും അവന് രചനേനെയും അതുപോലെ തന്നെ ആകാശിനെയും കാണുകയല്ലേ, അതുകൊണ്ട് അവൻ ആ രീതിയിലേക്ക് ആയി പോണത് എനിക്ക് മനസ്സിലായി. അവന് ആ ഒരു മാനസിക പ്രശ്നമാണ് സർ. അതെ, പക്ഷെ ആ മാനസിക പ്രശ്നം മാറ്റാൻ സാധിക്കും ഇഷിതയിലൂടെ, അതിലൂടെ ചിപ്പിയിലൂടെ ആദിയിലൂടെ. അങ്ങനെയാണെങ്കിൽ അവൻ തന്നെയായിരിക്കും ഈ സ്കൂളിലെ നമ്പർ 1 സ്റ്റുഡന്റ്. അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ തന്നെ അഭിമാനമല്ലേ അത്. അവന് നല്ലൊരു മൊമെന്റം ഞാൻ കൊടുക്കും, എല്ലാവരുടെ മുമ്പിൽ തന്നെ ആ ഒരു മൊമെന്റം കൊടുക്കുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഡോക്ടർ ഇഷിത. താങ്ക് യു സോ മച്ച് എന്ന് പറയാണ് ഇഷിത. ആ സമയത്ത് ഇഷിത പറയുന്നുണ്ട്, ഡോക്ടർ ഇഷിത കണ്ണടച്ച് ഞാൻ പറയാണ്, ചിപ്പിയുടെ അമ്മ, യഥാർത്ഥ അമ്മ ഡോക്ടർ ഇഷിത തന്നെയാണ്. ഇനിയിപ്പോ ആദിയുടെയും കൂടി അമ്മയാവും. അതിനുവേണ്ടി ശ്രമിക്കുകയാണ് സർ ഞാൻ. തീർച്ചയായിട്ടും ഡോക്ടർ ഇഷിതക്ക് അതിന് സാധിക്കും. ഓക്കെ എന്നത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ്. താങ്ക് യു. സാറിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ സന്തോഷമുണ്ട്. ഓക്കെ ഇഷിത എന്ന് പറഞ്ഞിട്ട് സാർ ഫോൺ വെക്കുകയാണ്. ഇഷിതക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇരിക്കാനും വയ്യ, നിൽക്കാനും പറ്റാത്ത അവസ്ഥയാട്ടോ. പിന്നീട് കാണിക്കുന്ന രാത്രിയാണ്. രാത്രി ഇഷിത ചിപ്പിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പ്ലേറ്റിൽ വിളമ്പുവാട്ടോ. മഹേഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ആ സമയത്ത് ചിപ്പി പറയണ്ട്, പാവ അപ്പ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഡാഡി എന്താ അങ്കിളിനെ കൂട്ടിക്കൊണ്ടുവരാത്തത്? മോളെ, അങ്കിൾ എവിടെയാന്ന് എനിക്കറിയില്ല. ഞാനും ആ വിനോദും ഇത്ര നേരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ മനഃപൂർവ്വം മാറി നിൽക്കായിരിക്കും നമ്മൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പുതിയ പദ്ധതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്കിളിനെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടുവാ, പാവപ്പ കരച്ചില് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മേ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ട. അതെന്താ മോള് കഴിക്കുക എന്ന് പറയാണ്. വേണ്ട, അപ്പ ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോ ഞാൻ എങ്ങനെയാ കഴിക്കുക? അപ്പ കഴിച്ചാ ഞാനും കഴിക്കാം. വീട്ടിലൊരാളിങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇത്രയും നേരം നിൽക്കുമ്പോഴേക്കും എങ്ങനെയാ അമ്മേ ഭക്ഷണം കഴിക്കുക? അമ്മ അതുപോലെ തന്നെ ഡാഡിയും കൂടി ഒരു കാര്യം ചെയ്യും, അപ്പയടുത്ത് പോയിട്ട് സംസാരിക്കേ. അപ്പയടുത്ത് ഭക്ഷണം കഴിക്കാൻ ഡാഡി പറഞ്ഞ അപ്പ ഭക്ഷണം കഴിക്കാൻ വരും. ഡാഡി നിർബന്ധിച്ച അപ്പ ഭക്ഷണം കഴിക്കൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാവോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാം എന്ന് ചിപ്പി പറയാണ്. അത് കേട്ട് മഹേഷും ഇഷിതയും കൂടിയിട്ട് മഞ്ജുമയുടെ റൂമിൽ പോകാൻ വേണ്ടി ഇരിക്കാട്ടോ. മഞ്ജുമയുടെ റൂമിൽ സ്വപ്നവല്ലിയുണ്ട്. മഹേഷ് പറഞ്ഞ, ചേച്ചി ഇങ്ങനെ പട്ടിണി കിടന്നാ എങ്ങനെ ശരിയാവോ? ആ കൈലാസളെ നാളെയോ മറ്റന്നാളെയോ ഇങ്ങോട്ട് വരും. അത് നിനക്ക് എന്താ ഇത്ര ഉറപ്പ്? കൈലാസലെ ഫ്രണ്ട്സിന്റെ കൂടെ എവിടെയെങ്കിലും പോയതായിരിക്കും. ഒരിക്കലും ഇല്ല. അദ്ദേഹം പുറത്തിറങ്ങുവാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താനെ, എന്നെ വിളിച്ചാനെ. ഇത് അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാരണക്കാരി ഇവള് തന്നെയായിരിക്കും, ഈ ഇഷിത എന്ന് പറയണു. ഷോ, ഇതെന്തൊരു കഷ്ടമാണ് എന്ന് ഇഷിത പറയാണ്. ആ സമയത്ത് ഇഷിത പറയുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോഴേക്കും നീ തന്നെയാ എല്ലാത്തിനും കാരണം. ഇത് കേട്ടാ തോന്നുമല്ലോ കൈലാസ് ഏട്ടനെ പുറകെ ഞാൻ നടക്കുവാണെന്ന്. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ ഷേ എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോകുവാണ്. ഇഷിത പോയി കഴിയുമ്പോഴേക്കും മഹേഷിനോട് സ്വപ്നവലി പറഞ്ഞിട്ട്, എടാ അവള് പോയി, അവളുടെ പിന്നാലെ നീയും പോടാ, പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തും, ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് അങ്ങോട്ട് ഇരുന്നോ, അവളുടെ പുറകെ പോടാ അങ്ങോട്ട് എന്ന് പറയാണ്. അങ്ങനെ തന്നെയാ പോകാൻ പോണത് എന്ന് പറഞ്ഞിട്ട് മഹേഷും അവിടെ നിന്ന് ഇഷിതയുടെ തൊട്ടു പിന്നാലെ പോകുവാണ് കേട്ടോ. അങ്ങനെ ചിപ്പി ചോദിക്കുന്നുണ്ട്, എന്തായി അമ്മേ എന്ന് ചോദിക്കുകയാണ്. എന്തായി? അപ്പ വരുന്നില്ലേ ഭക്ഷണം കഴിക്കാനായിട്ട് എന്ന് ചോദിക്കുമ്പോ മഹേഷ് പറയണ്ട്, മോളെ അപ്പ വന്നോളും, അവര് കുറച്ച് കഴിയുമ്പോ കഴിക്കാന്ന് പറഞ്ഞു, മോള് കഴിക്ക്, എടോ അവൾക്ക് ഭക്ഷണം കൊടുക്ക് എന്ന് പറയാണ്. അങ്ങനെ നിഷിത വീണ്ടും ഭക്ഷണം എടുത്തിട്ട് ഈ ചിപ്പിയുടെ മുമ്പിൽ വെക്കുമ്പോഴേക്കും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ചിപ്പി ദേഷ്യത്തോട് കൂടി തന്നെ റൂമിലേക്ക് പോവാട്ടോ. ചിപ്പി അവിടെ നിൽക്ക് എന്ന് മഹേഷ് പറഞ്ഞിട്ട് മഹേഷ് തൊട്ടു പിന്നാലെ പോകുന്നുണ്ട്. ഇഷിതക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആകെ വിഷമിച്ചിരിക്കാട്ടോ ഇഷിത. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് രാവിലെ തന്നെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ ചിപ്പി എടുത്ത് പറയണ്ട്, മോളെ
അതെ, നാളെ അതായത് ഇന്ന് നമ്മുടെ ആദിച്ചേട്ടനെ കാണുമ്പോഴേ മോള് വെറുതെ ഒന്ന് ഇഷാദേ എന്നൊന്ന് വിളിക്കാവോ എന്ന് പറയുമ്പോ ശരി എന്ന് ചിപ്പി പറയാണ്. അതേസമയം ഇഷിതയും മഹേഷിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കാട്ടോ സ്വപ്നവേലി മഞ്ജുമയും കൂട്ട്. ഇവൾ എന്ത് ചെയ്തെന്നാ അമ്മയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചേച്ചി എന്തൊക്കെയാ പറയണത്? അതെ, എന്റെ കൈലച്ചേട്ടനെ കാണാതതിന് പിന്നിൽ ഇവളായിരിക്കും, ഇവളോട് ഇങ്ങനെ മാറ്റി വെച്ചതായിരിക്കും. എന്തൊരു കഷ്ടായത് എന്ന് ഇഷിത വീണ്ടും പറയാണ്. ശേഷം മഹേഷിന് ഒരു കോള് വരുവാണ്. മഹേഷ് അപ്പൊ തന്നെ പോകാൻ പോകുമ്പോഴേക്കും ഇഷിത ചോദിക്കണ്ടേ എവിടേക്കാ പോകുന്നത്? ഒരു കോള് വന്നിട്ടുണ്ട്, കായലിൽ ഒരു ബോഡി പൊങ്ങിയിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അത് കേൾക്കണതും മഞ്ജുമ നെഞ്ചി തടിച്ചങ്ങോട്ട് കരയുവാട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.